നമസ്കാരം. ഇന്ന് സമൂഹത്തെ ബാധിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് വിവാഹമോചന കേസുകൾ. ഫാമിലി കോർട്ടുകളിൽ ദിവസേന എന്നോണം വന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വിവാഹമോചന കേസുകളാണ്. ഇതൊരു വലിയ ദുരന്തം തന്നെയാണ് സമൂഹത്തിനുണ്ടാക്കുന്നത്. ആറ്റുനോറ്റ് ഇല്ലാത്ത പണമുണ്ടാക്കി കഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അവസാനം അധികം താമസിയാതെ ഡിവേഴ്സ് വരുന്നു, പിന്നീട് കോടതിയിലെത്തുന്നു. അങ്ങനെ ജീവിതം കട്ടപ്പൊക്കെയാകുന്നു. പ്രത്യേകിച്ചും കുട്ടികളുള്ള ദമ്പതിമാർ, ആ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? മാതാപിതാക്കളുടെ സ്നേഹം പൂർണ്ണമായി കിട്ടേണ്ട കുട്ടികൾ, ഈ മാതാപിതാക്കൾ തമ്മിൽ തല്ലി കുടുംബം പിരിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം മാത്രമല്ല, അവർ വഴിതെറ്റുകയാണ്. അവർ പിന്നീട് മയക്കുമരുന്നിനും അതേപോലെ മദ്യത്തിനൊക്കെ അടിമകളായി തീരുകയാണ്. അവരുടെ ജീവിതം അവരിഷ്ടപ്രകാരം പിന്നെ ജീവിച്ചു തീർക്കും. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് എൻ്റെ ഒരു ശ്രദ്ധ ഒരു ലീവിങ് ടുഗദർ മാട്രിമോണിയൽ എന്ന് പറയുന്ന ഒരു ആപ്പിനെ പറ്റി കാണാനിടയായത്. അത് കണ്ട് എനിക്ക് അതെന്താണെന്ന്, ഒരു തട്ടിപ്പ് ആണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് അത് എനിക്ക് മനസ്സിലായത്. ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന രീതികൾക്കെതിരായി മുമ്പുണ്ടായിരുന്ന സ്വയംവരം, അതേപോലെയുള്ള ഒരു സംഭവമാണ് ഈ ലീവിങ് ടുഗദർ മാട്രിമോണിയൽ. ഇതിൽ സ്ത്രീകൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായ സ്വർണം കൊടുക്കുന്നു പുരുഷന്മാർ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇതിനെക്കുറിച്ച് ആ ഒരു വീഡിയോ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. ആ വീഡിയോ ഒന്ന് കേൾക്കാം. സ്വർണത്തിന് ഇന്ന് വീണ്ടും വില കൂടി. ഭാരിച്ച ചെലവുകൾ കാരണം പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ മടിക്കുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നു പെൺകുട്ടിക്ക് അങ്ങോട്ട് സ്വർണം സമ്മാനമായി കൊടുക്കുന്ന ആണുങ്ങളുള്ള മാട്രിമോണി മൊബൈൽ ആപ്ലിക്കേഷൻ. പേര് ലിവിങ് ടുഗദർ മാട്രിമോണി. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി സന്ദേശം അയച്ചാൽ മാട്രിമോണി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരുന്നതാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ എന്നിവർക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ ഉപയോഗപ്രദമാണ്. കാരണം അവർക്ക് ₹1 പോലും ചെലവഴിക്കാതെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെയോ സ്ത്രീയെയോ വിധവയെയോ സഹായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? എല്ലാ മാട്രിമോണിയലും സാധാരണ രജിസ്റ്റർ ചെയ്ത് 10,000 രൂപ വാങ്ങി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു നല്ല പെൺകുട്ടിയോ ആൺകുട്ടിയോ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ പെൺകുട്ടിക്ക് എന്താണ് ഗുണം? പെൺകുട്ടിക്ക് ഇവിടെ അങ്ങോട്ട് ഇതിൽ ഉള്ള പുരുഷന്മാർ, വിവാഹിതരാകുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കാനാവുമ്പോൾ അവർ അങ്ങോട്ട് പണം കൊടുക്കണം. അങ്ങോട്ട് അവർക്ക് ആവശ്യമായ സ്വർണവും മറ്റും മേടിച്ചു കൊടുക്കണം. സാധാരണ ലെവലിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? സ്ത്രീധനമായിട്ട് സ്വർണവും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ. ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം, സാധാരണ കുടുംബം മുടിഞ്ഞു പോകും. എന്നാൽ അതിൻ്റെ സ്ഥാനത്താണ് ഇവിടെ പെൺകുട്ടിക്ക് അങ്ങോട്ട് സ്വർണവും അതേപോലെ അവർക്ക് ആവശ്യമുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ളവരാണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, വിവാഹമോചനം നേടുന്ന ധാരാളം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അതേ പുരുഷന്മാരുണ്ട്. അവർക്ക് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്ന രീതി വ്യത്യസ്തമാണ്. അവർക്ക് ഈ പറയുന്ന ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുമായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടെ യാത്ര ചെയ്യുകയും അവരുടെ കുടുംബവുമായി പങ്കെടുക്കുകയും അങ്ങനെ അവർക്ക് പരസ്പരം മനസ്സിലാക്കി പരസ്പരം അവർ മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണ്, മനസ്സുകൊണ്ട് യോജിക്കാൻ കഴിവുള്ളവരാണ്, അവർ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിവുള്ളവരാണെന്ന് സ്വയം മനസ്സിലാക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ഞാൻ അതിൽ കണ്ടു. ആ വീഡിയോ കൂടി വളരെ ശ്രദ്ധേയമാണ്, അതും കൂടി കേൾക്കാം. ഹായ് എവരിവൺ, ഞാൻ അജന. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. പല ആളുകളും വീട്ടുകാർ ചേർന്ന് വിവാഹം ഉറപ്പിച്ചിട്ട് കല്യാണം കഴിക്കുകയും ശേഷം പിരിയുന്നത് കണ്ടിട്ടുമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വിവാഹത്തെ ഒരു പേടിയായിരുന്നു എനിക്കും. എന്നും ആൾക്കാരെന്നോട് ചോദിക്കും, എന്താണ് വിവാഹം കഴിക്കാത്തത്, ഉടനെ ഉണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷെ ഞാൻ അതൊക്കെ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറും കേട്ടോ. എന്നാല ഇപ്പൊ ഞാനും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കാരണം എന്താന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? ഈ അടുത്താണ് ഞാൻ ഒരു മാട്രിമോണി പരസ്യം കണ്ടത്. അത് ഇങ്ങനെയാണ്: ഫസ്റ്റ് യു മീറ്റ്, ദെൻ ലിവ് ടുഗദർ, ഇഫ് എവറിത്തിങ് ഇസ് ഫൈൻ ദെൻ ഗെറ്റ് മാരീഡ്. മാട്രിമോണിയുടെ പേര് തന്നെ ലിവിങ് ടുഗദർ മാട്രിമോണി എന്ന്. സംഭവം ഒരു വെറൈറ്റി അല്ലേ? അങ്ങനെ ഞാൻ അത് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. സ്ത്രീകൾക്ക് വളരെ അനുയോജ്യമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. ഞാൻ ഈ ആപ്പിൽ എൻ്റെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
വിവാഹം നോക്കുന്ന ആളുകൾക്ക് ലിവിംഗ് ടുഗെദർ മാട്രിമോണിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് എന്നോട് ചാറ്റ് ചെയ്യാവുന്നതാണ്. അതിലെനിക്ക് ഇഷ്ടം തോന്നുന്ന ആളെ ആയിരിക്കും ഞാൻ വിവാഹം കഴിക്കുക. അപ്പം താങ്ക് യു. ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണ്? ഇതിൽ പറയുന്നത് നിങ്ങൾ എടുത്തു ചാടിയ ഒരു കല്യാണത്തിന് പോകരുത്, അതുകൊണ്ടാണ് ഡിവേഴ്സ് വരുന്നത്. പകരം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം മനസ്സിലാക്കി ആ കുടുംബവുമായി പരസ്പരം മനസ്സിലാക്കുക, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുക, ആ ആളുമായി യാത്ര ചെയ്യുക. നിങ്ങൾ അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പരസ്പരം അംഗീകരിച്ച് നിങ്ങൾക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ വിവാഹത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴുണ്ടാകുന്ന വിവാഹമോചന കേസുകൾ എന്താണ്? ഇന്നലെ വരെ കാണാത്ത ഇന്ന് വരെ കാണാത്ത ആളെ ഫാമിലി പരസ്പരം ഈ വിവാഹ മാട്രിമോണിയൽ വഴി കാണുന്നു, പരിചയപ്പെടുന്നു, ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, അപ്പോൾ തന്നെ കല്യാണം. അപ്പോഴെ 1-2 തവണയാണ് ആൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഒന്നും മനസ്സിലാക്കാതെയാണ് വിവാഹം നടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ മാട്രിമോണിയൽ വഴി ഉണ്ടാകുന്നത്. ലിവിംഗ് ടുഗദർ മാട്രിമോണിയൽ വഴി കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളരെ സയൻറ്റിഫിക്കായി പരസ്പരം മനസ്സിലാക്കി പരസ്പരം അംഗീകരിച്ച് അങ്ങനെ കുറച്ച് കാലത്തെ പരസ്പരം അറിവിലൂടെയാണ് പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് ഒരു മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ മാട്രിമോണിയിൽ ചേരുക, അന്വേഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ബോധ്യപ്പെട്ടാൽ മുന്നോട്ട് പോവുക. ഒരിക്കലും നിങ്ങൾ നിർബന്ധ ബുദ്ധിയാൽ ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൃത്യമായി അറിഞ്ഞ് ഈ കാര്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് തീർച്ചയായും സമൂഹത്തിന് ഏറ്റവും നല്ല സന്ദേശം നൽകുന്ന, നല്ല ഒരു പ്രചോദനം നൽകുന്ന, മാർഗദർശിയായ ഒരു ആപ്പാണ് എന്ന് തീർച്ചയായും പറയാൻ പറ്റും. മാത്രമല്ല ഡിവേഴ്സായുള്ള ആളുകൾ, വയസ്സായുള്ള ആളുകൾ, ഇവർക്കൊക്കെ തന്നെ യോജിക്കുന്ന ധാരാളം ബന്ധപ്പെടാവുന്ന നല്ല കേസുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. നന്ദി, നമസ്കാരം.